ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ സത്യവേദ പുസ്തകത്തിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കർത്താവ് നമ്മളോട് സംസാരിച്ചതാ, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു പോകണ്ട, ഞാൻ നിൻ്റെ ദൈവം ആകുന്നു. ഹല്ലേലൂയ. ആ കർത്താവ് യേശയ്യാവിൻ്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണാം: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിന്നെ വീണ്ടെടുക്കുക മാത്രമല്ല ചെയ്തേക്കണേ, ഞാൻ നിൻ്റെ ഓമന പേര് ചൊല്ലി നിന്നെ വിളിച്ചിരിക്കുന്നു. യിരെമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം: നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ആ നല്ലൊരു കർത്താവാ. ആ കർത്താവിന് നമ്മളെപ്പറ്റി ഒരു പ്ലാനുണ്ട്. അവൻ്റെ ഫ്യൂച്ചർ പ്ലാനില്ല, അവൻ്റെ വെൽ പ്ലാനില്ല നമ്മളെ ഓരോരുത്തരും, ഞാനും നിങ്ങളുമെല്ലാം. ഹല്ലേലൂയ. ആ കർത്താവ് നമ്മളോട് പറയുക, ഹല്ലേലൂയ, നീ എനിക്കുള്ളവൻ തന്നെ, നീ എൻ്റെയാ, നീ എനിക്കുള്ളതാ, നിന്നെ ഞാൻ വീണ്ടെടുത്തതാ. നമ്മുടെ ആ കർത്താവിനെ മരണത്തിനു പോലും 3 ദിവസം മാത്രമേ അവനെ തടഞ്ഞു വയ്ക്കാൻ പറ്റുള്ളൂ. 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാ. ഹല്ലേലൂയ. ആ കർത്താവ് ഇന്ന് നമ്മളുടെ കൂടെ ജീവനോടെ ഉള്ളതുകൊണ്ടാണ് നമ്മളിന്നും ഭയപ്പെടാതിരിക്കുന്നത്. ഹല്ലേലൂയ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും, നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല. ഹല്ലേലൂയ. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോവുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. നീ വെള്ളത്തിലൂടെ നടന്നു പോയാലും ആ വെള്ളം നിന്നെ മുക്കിക്കളയില്ല. നിൻ്റെ എത്ര വലിയ പ്രതിസന്ധികളായിക്കോട്ടെ നിൻ്റെ ജീവിതത്തിൽ നിന്നെ മുക്കിക്കളയാൻ നോക്കുന്ന, രക്ഷയില്ല, നിന്നെ മുക്കാൻ നോക്കുന്ന എത്ര വലിയ പ്രശ്നങ്ങളായിക്കോട്ടെ, ആരാലും രക്ഷയില്ല. ഒരു മനുഷ്യൻ നമ്മളെ സഹായിക്കാനില്ല, ചത്ത് കളഞ്ഞേക്കാം. നീ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? പക്ഷെ എൻ്റെ കർത്താവ് പറയുന്നു, നീ എത്ര വലിയ പ്രതിസന്ധികളുടെ നടുവിലൂടെ പോയാലും നിന്നെ ഞാൻ മുക്കില്ല, നിന്നെ ഞാൻ കൈപിടിച്ചുയർത്തും. ഹല്ലേലൂയ. നീ എത്ര അഗ്നി പരീക്ഷയിലൂടെ കടന്നു പോയാലും നീ വെന്തു പോവില്ല, നീ തകർന്നു പോവില്ല. ഒരഗ്നിക്കും നിന്നെ ദഹിപ്പിക്കാൻ കഴിയില്ല. കാരണം നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചതാ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കർത്താവിന് മാത്രമേ ആ ഒരു ഉറപ്പ് തരാൻ പറ്റുള്ളൂ. ആ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകുവാൻ എൻ്റെ കർത്താവ് സമ്മതിക്കില്ല. ഹല്ലേലൂയ. നിൻ്റെ ദൈവവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിൻ്റെ രക്ഷകൻ. സ്തോത്രം. ഹല്ലേലൂയ. കണ്ടോ, കർത്താവ് നമ്മളോട് പറയുക, ഞാനാ നിൻ്റെ രക്ഷകൻ. ഈ ഭൂമിയിൽ വേറൊരു രക്ഷകനില്ല എന്നെയും നിങ്ങളെയും വിടുവിക്കുവാൻ, കുഴിയിൽ നിന്ന് കയറ്റുവാൻ, മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ, നിൻ്റെ കഷ്ടപ്പാടുകളിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ, നിൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നെ വിടുവിക്കുവാൻ. നീ മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്നുണ്ട്, നിൻ്റെ മക്കളെ വിടുവിക്കുവാൻ. നീ ഇന്ന് നേറുന്ന പ്രതിസന്ധികളുടെ നടുവിലാണെങ്കിലും
ആ പ്രതിസന്ധിയിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ ഒരുവന് മാത്രമേ കഴിയൂ. അവൻ്റെ പേരാ യേശു. മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവൻ, കല്ലറകളെ പിളർന്നവൻ. ഹല്ലേലൂയ. ആ നല്ല യേശുവാ നമ്മുടെ കൂടെയുള്ളത്. ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോവുകയില്ല. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.